ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നിപ്പം ഞാനും മോനും കൂടെ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി പോകുന്നത്, രാവിലെ അല്ല കേട്ടോ, 11 മണിയായി. ഒരുങ്ങി കെട്ടി പോകുന്നത് ഞങ്ങൾ മോൻ്റെ സ്കൂളിൽ PTA മീറ്റിങ്ങിനാണ്. ഇവരുടെ സ്പോർട്സ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു PTA മീറ്റിംഗ് ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഊബർ ഓട്ടോ ബുക്ക് ചെയ്ത് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. വീട് വരെ വന്ന് ലേറ്റ് ആക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ഗേറ്റിൽ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മൊത്തം ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഫുൾ ട്രാഫിക്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ഒരു 10-25 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഓട്ടോക്കാരനെ വിളിച്ചപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു വഴിയെല്ലാം ക്ലോസ് ആക്കി, VIP മൂവ്മെന്റ് ഉണ്ട്, സോ ഇനിയിപ്പോൾ ഓട്ടോ കിട്ടാൻ സാധ്യതയില്ല. 1 കിലോമീറ്ററേ ഉള്ളൂ സ്കൂള്, അപ്പം നടക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഞങ്ങൾ ലേറ്റ് ആവും, കാരണം 12 മണി വരെയാണ് PTA മീറ്റിങ്ങിന്റെ ടൈം പറഞ്ഞിരുന്നത്. എന്നാലും സ്പീഡിൽ നടക്കാമെന്ന് കരുതി ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോഡിൽ നടക്കുന്നത്. വണ്ടിയൊക്കെ അത്യാവശ്യം കുറവായിരുന്നു, പിന്നെ ഫുള്ള് പോലീസും ഉണ്ടായിരുന്നു. പോലീസുകാരൊക്കെ ഞങ്ങളെ ഇതെന്താ ഈ റോഡിൽ കൂടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് കരുതി. ഇത് APSന്റെ ഗേറ്റ് നമ്പർ 1 ആണ്. പക്ഷെ പ്രീ പ്രൈമറി വിങ് ഇവരുടെ സെപ്പറേറ്റ് ആണ്. സോ ഈ സ്കൂളിന്റെ ഗേറ്റിൽ കൂടി പോകാൻ പറ്റില്ല. എന്നാലും ഒരു ട്രയൽ അടിക്കാന്ന് കരുതി ഞാൻ പോയതാണ്. അപ്പോൾ സെക്യൂരിറ്റി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് പറഞ്ഞു വിട്ടു. ഗേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അതിലെ സെക്യൂരിറ്റി ഇറക്കി വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു കിടന്നു. വീണ്ടും ഞങ്ങളെ പോലീസുകാർ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു, ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ ജംഗ്ഷനിൽ വന്നപ്പോൾ അവിടെ ഷെയർ ഓട്ടോ ഉണ്ടായിരുന്നു. സോ ഷെയർ ഓട്ടോക്കാരൻ പറഞ്ഞു ശരി സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിട്ടിയ ഷെയർ ഓട്ടോയിൽ വലിഞ്ഞു കയറി പോയിക്കൊണ്ടിരിക്കുന്ന പോക്കാണിത്. PTA മീറ്റിംഗ് തീരാൻ ഇനി ഒരു 10 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. എല്ലാ PTA മീറ്റിങ്ങിനും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് പോവാറ്. ഇന്നെങ്കിലും നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു, പക്ഷെ അതും ഇങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ ഫൈനലി സ്കൂളിലെത്തിയപ്പോൾ ഒരാൾക്ക് ഭയങ്കര ആവേശമായിരുന്നു. അവൻ പോകുന്ന വഴി, അവൻ്റെ ക്ലാസ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്കൂളിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരാൾ ഹിന്ദിയിൽ വർത്തമാനം തുടങ്ങി. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. വന്ന സമയത്ത് അവനൊന്നും അറിയില്ലായിരുന്നു ഹിന്ദി വേർഡ്സ്. ഇപ്പോൾ ആൾ നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ കയറി വന്നിരുന്ന ആളുടെ ടെൻഷനാണ് ഈ കാണുന്നത്. ടീച്ചർ വഴക്ക് പറയുമോ, ടീച്ചർ എന്നെ എന്തെങ്കിലും കുറ്റം പറയുമോ എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. ഇന്നത്തെ PTA മീറ്റിംഗ് സ്പോർട്സ് ഡേ സ്പെഷ്യൽ ആയിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഡ്രില്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇടാൻ ആവശ്യമുള്ള ആക്സസറീസും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാനുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. കുറേ ലിസ്റ്റ് ഉണ്ടായിരുന്നു. എന്താല്ലേ ഇതിനൊക്കെ ഒരു പേരൻസ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടോ? വാട്സാപ്പ് ഗ്രൂപ്പിൽ 100 മെസ്സേജ് ഓൾറെഡി ഇടാറുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവൻ്റെ സ്കൂളിൽ പോകാൻ കിട്ടുന്ന ചാൻസ് ഒന്നും തന്നെ ഞാൻ മുടക്കാറില്ല. നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ കിട്ടുന്ന ഒരു ചാൻസ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങളത് മുടക്കാതെ തന്നെ പോകാറുണ്ട്. ടീച്ചറിന് അവനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് അവനും ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ പറഞ്ഞു വേണമെങ്കിൽ പാർക്കിൽ പോയി കളിച്ചോ കുറച്ച് നേരം എന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഒരാൾ ഓടി നേരെ പാർക്കിലോട്ട് പോയി. പിന്നെ കുറേ നേരം അവിടെ തന്നെയായിരുന്നു. അവനും ഭയങ്കര ഹാപ്പിയായി. സാറ്റർഡേ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ആള് ഹാപ്പി ആയിട്ട് പാർക്കിൽ കളിച്ചു. നമ്മളെ രണ്ടുപേരും സ്കൂളിലിട്ട് പൂട്ടുവേ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് അവസാനം ആളെ പാർക്കിൽ നിന്ന് ഇറക്കിയത്. ഓട്ടോ ബുക്ക് ചെയ്തത് കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് അധികം തെണ്ടി തിരിയാണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. അല്ലെങ്കിൽ രാവിലത്തെ പോലെ നടന്ന് ആ വെയിലെല്ലാം കൊണ്ട് കറങ്ങി ഞങ്ങൾ വലഞ്ഞു പോയേനെ. സോ അപ്പം അത്രയേ ഉള്ളൂ. ബൈ.